ഇത് 200 ഏക്കർ കൂമ്പാറക്കവലെ കിടന്നോടുന്ന ഓട്ടോറിക്ഷയാണ്. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയാണ്. ഇദ്ദേഹം ഇന്നലെ വണ്ടി ഓടിയതിന് ശേഷം രാത്രി ഇവിടെ കൊണ്ടുവന്ന മുറ്റത്ത് പാർക്ക് ചെയ്തു. രാവിലെ വണ്ടി ഓട്ടത്തിന് പോകാൻ വേണ്ടി എടുക്കാൻ നേരത്ത് ഇതാണ് അവസ്ഥ. ഇതിങ്ങനെ കടിച്ച് കീറി സീറ്റ് പടുത, ഈ സീറ്റ് പിടിപ്പിച്ചിരിക്കുന്ന ഫ്ലൈവുഡ് വരെ കടിച്ച് മുറിച്ചിട്ടിരിക്കുക. ഞാനിവിടെ വന്ന് ഇവർ വിളിച്ചതനുസരിച്ച് വന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പട്ടി പൂച്ചയല്ല, പൂച്ചയാണ് ഇങ്ങനെ വലിച്ചു വിടുകയുള്ളൂ. പട്ടി ഇത്രയ്ക്ക് കയറി ഇങ്ങനെ ശരിക്കും വന്യജീവികൾ ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കില്ല. ഇത് ഈ ലെതറൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് നനഞ്ഞ് കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് മൃഗങ്ങളിലേക്കൊരു സ്മെല്ല് വരും. ഈ മാംസത്തിൻ്റെയൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ മഴക്കാലമാണല്ലോ. അപ്പോൾ ആ സ്മെല്ല് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഏതോ അജ്ഞാത ജീവി ആണെന്നുള്ളൊരു നിഗമനത്തിലാണ്. കാൽപ്പാട് നോക്കിയിട്ട് പട്ടിയുടെ ഇവിടെയെല്ലാം പട്ടി വരുന്ന സ്ഥലം കൂടെയാണ്. സീറ്റിനകത്ത് കണ്ടത് ഒരു ഏതോ അജ്ഞാത ജീവിയുടെ ലെപ്പേഡ് ക്യാറ്റ് പോലുള്ള ജീവിയുടെ ഇതാണ് കണ്ടത്. ഇത് പട്ടി പൂച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഈ 2-3 പാടുകളും കണ്ടു കഴിഞ്ഞിട്ട് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ അങ്ങനെ പട്ടിയാണെങ്കിൽ ഒരു വീട്ടിൽ പോലും ചിത്രവും ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചെയ്യില്ല. പിന്നെ ഈ പ്ലൈവുഡ് വരെ കഴിച്ചു കിട്ടും. ഇതിപ്പോൾ എത്ര രൂപയുടെ നഷ്ടം വരും? ഒരു 10 രൂപ മുകളിൽ നഷ്ടം വന്നിട്ടുണ്ട്. വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാസമായി അല്ലേ? അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിട്ടിയും മട്ടിയും എടുത്തിട്ടാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. 10,000 രൂപ മുകളിൽ ഇപ്പം മുടക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പനംകുട്ടി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉച്ച കഴിഞ്ഞ് ഇവിടെ വരുന്നതാണ്. അക്ഷയ വഴി നഷ്ടപരിഹാരം കിട്ടാനുള്ളൊരു സംവിധാനം ഇവിടെ ചെയ്യാനാണ് തീരുമാനം.